വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെടുകയും നിയമലംഘകർക്ക് പറഞ്ഞിരിക്കുന്ന മരണം ഏറ്റുവാങ്ങുകയും ചെയ്തവനാണ്. യേശുനാഥൻ മുന്നേ കൂട്ടി തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതുമായൊരു കാര്യമാണ്, ഒരു നിയമവും ഇല്ലാതാക്കാനല്ല താൻ വന്നിരിക്കുന്നത്, മറിച്ച് നിയമങ്ങളുടെ പൂർത്തീകരണത്തിനാണ്. യഹൂദ ജനതയെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു ദൈവവിശ്വാസവും ദൈവിക ബന്ധവുമുള്ള ജനതയാണത്. ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയപ്പോൾ ദൈവത്തിൻ്റെതായ ഒരു കൽപ്പന, ദൈവത്തിൻ്റെതെന്ന് അറിയപ്പെട്ട് ജീവിക്കുന്നതിന് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ടതും പാലിക്കേണ്ടതുമായ കൽപ്പന ദൈവം അവർക്ക് നേരിട്ട് നൽകി. ദൈവീകമായ കൽപ്പനകൾ പാലിച്ചാൽ വാഗ്ദാനം ചെയ്യപ്പെട്ട നൽകപ്പെട്ട നാട്ടിൽ അവർക്ക് സമൃദ്ധമായ ജീവിതമുണ്ടെന്നുള്ളത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വിശ്വാസവും പാരമ്പര്യവുമാണ്. പ്രവാചകന്മാർ അവരെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നതും ഈ ഒരു ജീവിതക്രമത്തിലേക്കാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളൊന്നും ലംഘിക്കാതിരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളോട് കുറെ കൂടി വിശ്വസ്തത പാലിച്ച് ജീവിക്കാനായി പരിശ്രമിക്കുക. അതിനുവേണ്ടിയുള്ള അധ്വാനവും പരിശ്രമവുമാണ് പ്രവാചകന്മാർ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ യേശുനാഥൻ്റെ വരവോടുകൂടെ യേശുനാഥൻ പറയുന്നതും പഠിപ്പിക്കുന്നതുമായ പല കാര്യങ്ങളും തങ്ങളുടെ പാരമ്പര്യത്തിന് ഇണങ്ങുന്നതല്ല എന്ന്, പ്രത്യേകിച്ച് സാബത്തിനോട് ചേർന്ന് ഇസ്രായേൽ കൊണ്ടു നടന്ന ഏറ്റവും പവിത്രമായ പല കാര്യങ്ങളും അവിടെ നിന്ന് നിഷേധിക്കുകയും ലംഘിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിയമലംഘകനായിട്ടാണ് യേശുനാഥനെ അവർ മനസ്സിലാക്കിയതും വിലയിരുത്തുകയും ചെയ്തത്. അവിടെ നിന്ന് കൃത്യതയോടുകൂടി പറയുന്നു, നിയമം ഇല്ലാതാക്കാനല്ല, പൂർത്തീകരിക്കാനാണ് വന്നിരിക്കുന്നത്. നിയമത്തിൻ്റെ അന്തസത്ത അറിഞ്ഞു ജീവിക്കാനായിട്ട് കഴിയുക. പലപ്പോഴും ഇസ്രായേലിന് കഴിയാതെ പോയത് നിയമത്തിൻ്റെ ബാഹ്യമായ അർത്ഥങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യുകയും ബാഹ്യമോടിയിൽ തൊങ്ങലുകളും തോരണങ്ങളും വെച്ചുകെട്ടുകയുമാണ് ചെയ്തത്. യേശുനാഥൻ നേരെ മറിച്ചാണ് അവരോട് ആവശ്യപ്പെട്ടത്. ഒരു നിയമത്തിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് പ്രവേശിക്കുക, ഒരു നിയമം നൽകപ്പെട്ടിരിക്കുന്നതിൻ്റെ കാര്യകാരണങ്ങൾ, ദൈവികമായ നിയോഗങ്ങളെ തിരിച്ചറിയാനായിട്ട് കഴിയുക. അങ്ങനെ ഒരു ദൈവികമായ നിയോഗങ്ങളുടെ പിന്നാലെ യാത്ര ചെയ്യുമ്പോഴാണ് നിയമം യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് യേശുനാഥൻ തന്നോട് കൂടെ നിൽക്കുന്നവർക്ക് നൽകുന്നത്. എന്നിട്ടും അവൻ്റെ ഭാഗതയും നിയമലംഘകരുടേതായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ ദുർവിധി. നമ്മെ സംബന്ധിച്ചിടത്തോളം നിയമത്തിൻ്റെ അന്തസത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. പലതും പാലിക്കപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് അതിൽ ഉൾക്കൊള്ളുന്ന നന്മയും സത്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് അതിൽ തന്നെ പൂർണ്ണതയുള്ളതല്ല എന്ന് അറിയുക. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ ഒന്നും വെറുതെ ആവാതിരിക്കട്ടെ, ഒന്നും ബാഹ്യമായി ചെയ്യാതിരിക്കട്ടെ, മറിച്ച് അതിൻ്റെ അന്തസത്തെ അറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ചെയ്യാൻ കഴിയട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.